SBI കാർഡ്സിൻ്റെ ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്നവർക്ക് ഓൾറെഡി SBI കാർഡ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു മെയിൽ വന്നിട്ടുണ്ടാകും. SBI കാർഡ്സിൻ്റെ ലേറ്റ് പേയ്മെൻറ്റ് ഫീസിൽ മെയ് 1 മുതൽ മാറ്റം വരികയാണ്. നമ്മൾ റീപേ ചെയ്യാനുള്ള ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്താണ് ലേറ്റ് പേയ്മെൻറ്റ് ഫീസ് വരുന്നത്. നേരത്തെ അത് 400 രൂപക്കും 1300 രൂപക്കും ഇടയിലായിരുന്നു. അത് 100 രൂപക്കും 1300 രൂപക്കും ഇടയിലേക്കാണ് മാറിയിരിക്കുന്നത്. സോ മെയ് 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന SBI കാർഡ്സിൻ്റെ പുതിയ ലേറ്റ് പേയ്മെൻറ്റ് ഫീസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വെൽക്കം ടു അനദർ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് Fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ. ലിങ്ക് ഇൻ ബിലോ. ആദ്യം SBI കാർഡ്സിൻ്റെ ഇപ്പോൾ നിലവിലെ ലേറ്റ് പേയ്മെൻറ്റ് ഫീസ് നോക്കാം. ഇപ്പോൾ നിലവിൽ അപ് ടു 500 രൂപ വരെയാണ് ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ടെങ്കിൽ ഇപ്പോൾ നിലവിൽ ലേറ്റ് പേയ്മെൻറ്റ് ഫീസ് ഒന്നും വരുന്നില്ല, നില്ലാണ്. നമ്മളിപ്പോൾ ഇനി 500 രൂപയ്ക്ക് മുകളിൽ 1000 രൂപയ്ക്ക് ഇടയിലാണ് ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ഉള്ളതെങ്കിൽ 400 രൂപ പ്ലസ് GST ആണ് ലേറ്റ് പേയ്മെൻറ്റ് ഫീസ് വരുന്നത്. ഇനി 1000 രൂപയ്ക്ക് മുകളിൽ 10000 രൂപ വരെയാണ് ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ടെങ്കിൽ 750 രൂപ പ്ലസ് GSTയും, 10000 രൂപയ്ക്ക് മുകളിൽ 25000 രൂപ വരെയാണ് ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ടെങ്കിൽ 950 രൂപ പ്ലസ് GSTയും, 25000 രൂപയ്ക്ക് മുകളിൽ 50000 രൂപ വരെയാണ് ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ടെങ്കിൽ 1100 രൂപ പ്ലസ് GSTയും, 50000 രൂപയ്ക്ക് മുകളിലാണ് ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ഉള്ളതെങ്കിൽ 1300 രൂപ പ്ലസ് GSTയുമാണ് ഇപ്പോൾ നിലവിലെ ലേറ്റ് പേയ്മെൻറ്റ് ഫീസ്. ഇനിയിപ്പോൾ മെയ് 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ലേറ്റ് പേയ്മെൻറ്റ് ഫീസ് നോക്കാം. അത് നോക്കിക്കഴിഞ്ഞാൽ അപ് ടു 100 രൂപ വരെ ചാർജിലും. ഇപ്പോൾ നിലവിലുള്ളതെന്ന് വെച്ചാൽ അപ് ടു 500 രൂപ വരെ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ടെങ്കിൽ ചാർജില്ല. അതിന് പകരം അപ് ടു 100 രൂപ വരെ ആണെങ്കിൽ മാത്രമേ നമുക്ക് ചാർജ് ഇല്ലാതെയുള്ളൂ, അതായത് ലേറ്റ് പേയ്മെൻറ്റ് ഫീസ് ഇല്ലാതെയുള്ളൂ. 100 രൂപയ്ക്ക് മുകളിൽ 500 രൂപ വരെ നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ഉണ്ടെങ്കിൽ 100 രൂപ പ്ലസ് GSTയും, 500 രൂപയ്ക്ക് മുകളിൽ 1000 രൂപ വരെ 500 രൂപ പ്ലസ് GSTയും, 1000 രൂപയ്ക്ക് മുകളിൽ 10000 രൂപ വരെ 750 രൂപ പ്ലസ് GSTയും, 10000 രൂപയ്ക്ക് മുകളിൽ 25000 രൂപ വരെ 950 രൂപ പ്ലസ് GSTയും, 25000 രൂപയ്ക്ക് മുകളിൽ 50000 രൂപ വരെ 1100 രൂപ പ്ലസ് GSTയും, 50000 രൂപയ്ക്ക് മുകളിലാണ് ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ടെങ്കിൽ 1300 രൂപ പ്ലസ് GSTയുമാണ് ഇനി മെയ് 1 മുതൽ ഈടാക്കി തുടങ്ങുന്ന ലേറ്റ് പേയ്മെൻറ്റ് ഫീസ്. ഒരു കാര്യം നോട്ട് ചെയ്യേണ്ടത്, ഇപ്പോൾ നിലവിൽ അപ് ടു 500 രൂപ വരെ ആണെങ്കിൽ ലേറ്റ് പേയ്മെൻറ്റ് ഫീസ് ഈടാക്കുകയില്ല. പക്ഷേ അത് ഡ്യൂ ആയിട്ട് മാർക്ക് ചെയ്യും, അതുപോലെ തന്നെ സിബിലൊക്കെ റിപ്പോർട്ട് ചെയ്യും. പക്ഷേ ലേറ്റ് പേയ്മെൻറ്റ് ഫീസ് അവർ എടുക്കുകയില്ല. പക്ഷേ മെയ് 1 മുതൽ 100 രൂപയ്ക്ക് മുകളിലുള്ള ഏത് എമൗണ്ട് ആണെങ്കിലും നമ്മളതിൻ്റെ ലേറ്റ് പേയ്മെൻറ്റ് ഫീസ് കൊടുക്കേണ്ടതായിട്ട് വരും. ആ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യുക. പിന്നെ എപ്പോഴും നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് റീപേ ചെയ്യുക. റീപേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 1 രൂപ പോലും എക്സ്ട്രാ കൊടുക്കേണ്ടതായിട്ട് വരില്ല. അതേസമയം നമ്മൾ മിനിമം എമൗണ്ട് മാത്രം അടച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ലേറ്റ് പേയ്മെൻറ്റ് ഫീസ് നൽകുന്നത് നമുക്ക് ഒഴിവാക്കി കിട്ടും. അതുപോലെ തന്നെ സിബിലിൽ റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് ഒഴിവാക്കി കിട്ടും. പക്ഷേ ബാക്കി അടക്കാനുള്ള എമൗണ്ടിന് നമ്മൾ ഉയർന്ന പലിശ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മുടെ കയ്യിൽ വേറെ നിവൃത്തിയൊന്നുമില്ല, വേറെ ഒരു മാർഗ്ഗവും ഇല്ലെങ്കിൽ നമുക്ക് സിബിലിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഒഴിവാക്കാനായിട്ട് നമുക്ക് താൽക്കാലികമായിട്ട് മിനിമം എമൗണ്ട് അടച്ച് മുന്നോട്ട് പോകാം 1-2 മാസമൊക്കെ. പക്ഷേ അത് സ്ഥിരമായി കഴിഞ്ഞാൽ നമ്മളത് ഒരു ഡെറ്റ് ട്രാപ്പിൽ പോയി പെടും. കാരണം ബാക്കി അടക്കാനുള്ള ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ടിന് നമ്മൾ ഉയർന്ന പലിശ കൊടുക്കേണ്ടതായിട്ട് വരും. ക്രെഡിറ്റ് കാർഡുകളുടെ വാർഷിക പലിശ 40% മുകളിലാണ്. ഉയർന്ന പലിശയുള്ളൊരു ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ് ക്രെഡിറ്റ് കാർഡ്. അതെപ്പോഴും ഓർക്കുക. മിനിമം എമൗണ്ട് എന്ന് പറയുന്ന ഒരു ഡെറ്റ് ട്രാപ്പാണ്. അതിനെപ്പറ്റി നമ്മളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ആയി പെട്ടെന്ന് ആഡ് ചെയ്യാം. സോ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി